ഹലോ ഒരു വെൽക്കം ടു റോട്ടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെതിരെ T20 വേൾഡ് കപ്പിൽ തങ്ങളുടെ മൂന്നാമത്തെ വിജയം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തങ്ങളുടെ വേൾഡ് കപ്പിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ പാകിസ്ഥാനായിട്ടുള്ള ആ ഒരു ലീഡിൻ്റെ, അതായത് പാകിസ്ഥാനെതിരെ ഹെഡ് ടു ഹെഡിൽ 7-1 8-1 മാറ്റിയിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, പക്ഷേ വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു കാലത്തും ഒരു പ്രശ്നമേ അല്ല. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന മത്സരത്തിൽ 61 റൺസിനാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വിജയം, ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ആ ഒരു ഡൊമിനൻസ് പൂർണ്ണമായിട്ട് കണ്ടൊരു മത്സരം തന്നെയായിരുന്നു. എന്തായാലും ഒരുപാട് വിവാദങ്ങളും അതുപോലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്പിൻ ഗണി ഒരുക്കിയിട്ടാണ് പാകിസ്ഥാൻ വന്നത് തന്നെ, പക്ഷേ ഇന്ത്യൻ മറുപടിയും അതേ രീതിയിൽ തന്നെയായിരുന്നു. ഒപ്പം പേസ് ബോളിങ്ങിൻ്റെ ഒരു മികവും ഇന്ത്യ കാണിച്ചു. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഇന്ത്യയുടെ ബോളിംഗ് മികവിന് മുന്നിൽ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് തീർന്നു നിഷ്പ്രഭമായിട്ട് വീണു. ഒരു 61 റൺസിന് ഇന്ത്യ ജയിക്കാനുണ്ടായത്. ടോസ് കിട്ടിയിട്ട് സൽമാൻ അലിയൊക്കെ പറഞ്ഞ് ടോസ് കിട്ടിയിട്ട് അവർ ബോളിംഗ് എടുക്കുക എന്നായിരുന്നു. അപ്പോൾ സൂര്യകുമാർ അത് പറഞ്ഞൊരു മറുപടി ഉണ്ട്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഞങ്ങൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജയിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ അങ്ങനെ തന്നെ ജയിക്കണമെന്ന്. ഇന്ത്യൻ ടീമിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അതുപോലെ അഭിഷേക് ശർമ്മ വന്നു, സഞ്ജു സാംസൺ പുറത്തായി. അതുപോലെ തന്നെ ബൗളിങ്ങിൽ ഹർഷദീപ് സിംഗിന് പകരം കുൽദീപ് യാദവ് വന്നു. അതായത് സ്പിന്നിന് അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മളെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതിനനുസൃതമായിട്ട് ഇന്ത്യ 3 സ്പെഷ്യലിസ്റ്റ് സ്പിന്നേഴ്സിന്, അതായത് വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, അതുപോലെ തന്നെ കുൽദീപ് യാദവ് 3 സ്പിന്നേഴ്സുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് വേറെയും കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പിന്നിൽ. പിന്നെ അപ്പോൾ പാകിസ്ഥാൻ്റെ കേസിലോട്ട് വരും. പാകിസ്ഥാൻ നിറച്ച് സ്പിന്നർമാരാണ്. ഞാൻ ഓൾറെഡി 5 സ്പിന്നർമാരാണ് കഴിഞ്ഞ ഉണ്ടാവുമെന്ന് വിചാരിച്ചുള്ളൂ, പക്ഷേ 6 സ്പിന്നേഴ്സൊക്കെ എറിയുന്നൊരു കാഴ്ച കണ്ടു. അപ്പം എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയിലെ തന്നെയായിരുന്നു എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഭിഷേക് ശർമ്മയുടെ ഒരു മോശം ഫോം ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ 2 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ള 2 മത്സരത്തിലും ഡെക്കായിട്ടാണ് പുറത്തു പോയത്. അദ്ദേഹം പൂർണ്ണമായിട്ട് ഫിറ്റ് എല്ലാം തോന്നി ഈ ഒരു മത്സരം കണ്ടപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തോ പൂർണ്ണമായിട്ട് ഫിറ്റ് അല്ലാതെ അദ്ദേഹം കളിച്ച പോലെയാണ് തോന്നിയത്. ആ ഒരു ഷോട്ട് സെലക്ഷനൊക്കെ വളരെ മോശമായിരുന്നു. ഫസ്റ്റത്തെ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്താവാനുണ്ടായത്. സൽമാൻ അലിയൊക്കെയാണ് അദ്ദേഹത്തിനെ പുറത്താക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ തുടക്കം തന്നെ അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. പക്ഷെ അവിടെയാണ് ഇന്ത്യയുടെ കളി തുടങ്ങുന്നത്. അതായത് ഇഷൻ കിഷൻ എന്ന് പറയുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ നടത്തിയ വൺ ഓഫ് ദ ബെസ്റ്റ് പിക്ക് T20യിലേക്കുള്ളൊരു സ്ക്വാഡ് സെലക്ഷനിൽ നടത്തിയ ഒരു ഏറ്റവും ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ഇഷൻ കിഷൻ തന്നെയായിരിക്കും. അത് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ്, ഡൊമസ്റ്റിക് മത്സരത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് തന്നെ ഈ ഇൻ്റർനാഷണൽ ടീമിലേക്ക് എടുത്തതിൻ്റെ ഒരു ഗുണം കുറച്ച് കാലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. കാരണം IPL പെർഫോമൻസ് തന്നെയായിരുന്നു ഈ T20 ടീമിലേക്ക് എടുക്കാനുള്ളൊരു മാനദണ്ഡമായിട്ട് കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും, ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും ഡൊമസ്റ്റിക് പെർഫോമൻസിൻ്റെ പ്രകടനത്തെ മുൻനിർത്തി ഇന്ത്യൻ ടീമിലേക്ക് ഒരു പ്ലെയറെ കൊണ്ടുവരുന്നത്. ഇഷൻ കിഷനാണ് അത് അർഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സെലക്ഷനെ നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം സോഫാർ ഈ വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു പ്രഷർ സിറ്റുവേഷൻ തുടക്കത്തിൽ അഭിഷേക് ശർമ്മ പോലത്തെ ഒരു ഹിറ്റർ പുറത്തു പോകുന്നു. പിച്ചാണെങ്കിൽ ഒട്ടും ഫേവറബിൾ അല്ല, ബാറ്റിങ്ങിന് ഫേവറബിൾ അല്ല, കാര്യമായിട്ടുള്ള ബൗൺസ് കിട്ടുന്നില്ല, സ്പിന്നേഴ്സിൻ്റെ ബോളുകൾ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വളരെ റാങ്ക് ടേണർ ആയിട്ടുള്ള ഒരു പിച്ചാണ്. അവിടെ ഒട്ടും ബാറ്റിംഗ് ഫ്രണ്ട്ലി അല്ല. തിലക് വർമ്മ അപ്പോഴത്തെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. സൂര്യകുമാർ യാദവിൻ്റെ ഷോട്ട്സിനൊന്നും കാര്യമായിട്ട് ടൈമിങ് കിട്ടുന്നില്ല. വലിയ ലോങ് ബൗണ്ടറീസ് ആണ്, ലാറ്ററൽ ബൗണ്ടറീസിലോട്ട് വേണം സ്കോർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇഷൻ കിഷൻ എന്ന് പറയുന്ന ബാറ്റർ 190 മുകളിൽ പ്രഹരശേഷിയിൽ അവിടെ ബാറ്റ് ചെയ്യുന്നത്. സ്പിന്നേഴ്സിനെ അതിമനോഹരമായിട്ട് അദ്ദേഹം ബൗണ്ടറീസ് കടത്തുന്നു. ഇന്ത്യൻ ടീമിൻ്റെ റൺ റേറ്റ് 10 മുകളിൽ കീപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പുറത്താകുന്നത് വരെ വളരെ മികച്ച റൺ റേറ്റ് തന്നെയാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം സൂര്യകുമാറിനും തിലക് വർമ്മയ്ക്ക് ആ ഒരു റൺ റേറ്റ്, ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റൺ റേറ്റ് താഴെ പോയി. എന്തായാലും 40 പന്തുകളിൽ നിന്ന് 77 റൺസ് ഇട്ടിട്ടാണ് ഇഷൻ കിഷൻ പുറത്താവുന്നത്. എന്തായാലും ഇഷൻ കിഷൻ്റെ പെർഫോമൻസിന് ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് തന്നെ പറയണം. പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചത്. ഇഷൻ കിഷൻ പുറത്തായതിനു ശേഷം പിന്നെ ഇന്ത്യക്ക് ആ ഒരു റൺ റേറ്റ് കീപ്പ് ചെയ്യാനായിട്ടാണ് സാധിച്ചില്ല. പിന്നെ സൂര്യകുമാർ അതൊരറ്റത്ത് റൊട്ടേറ്റ് ചെയ്ത് നിന്നു എന്ന് മാത്രം. ഇന്ത്യയുടെ ആ ഒരു പെട്ടെന്ന് വിക്കറ്റ് ലോസ് ഉണ്ടാവാതിരിക്കുക. പിന്നീട് തിലക് വർമ്മ പുറത്താവുന്നു, തൊട്ട് പിന്നത്തെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പുറത്താവുന്നു. ഇന്ത്യ ഒരു സ്ട്രഗിളിങ്ങിലേക്ക് വരുന്നു. എന്തായാലും ശിവം ദൂബെ അതുപോലെ തന്നെ റിങ്കു സിംഗ് ഒരു അവസരത്തിനൊത്ത് ഉയർന്നു. അവസാനത്തെ ഓവറുകളിൽ അത്യാവശ്യം റൺസ് വന്നു. എന്തായാലും ലാസ്റ്റ് ഓവറിലൊക്കെ എനിക്കൊന്നും ഷൈൻ ഷാഫ്രീദിയൊക്കെ 2 ഓവർ മാത്രമാണ് കൊടുത്തത്. ഒരൊറ്റ പേസ് ബോളറായിട്ട് വന്നിട്ട് ബാക്കി 18 ഓവറും സ്പിന്നേഴ്സാണ് എറിഞ്ഞത് പാകിസ്ഥാന് വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം സ്പിന്നിന് അഡ്വാൻറ്റേജ് ഉള്ളൊരു കണ്ടീഷനായിരുന്നു.
പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗ് 150 പോലും ഒരു ഗുഡ് സ്കോർ എന്ന് പറയാവുന്ന ഒരു പിച്ചിൽ ഇന്ത്യ 170 മുകളിലോട്ട് സ്കോർ എത്തിച്ചതിൻ്റെ കാരണം ഇഷൻ കിഷൻ്റെ ആ ഒരു ബാറ്റിംഗ് തന്നെയാണ്. ഒരുപക്ഷെ ഇഷൻ കിഷൻ ഒരു സ്ലോ സ്റ്റാർട്ടായിരുന്നു, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് കളിച്ച പോലത്തെ ഒരു സിമിലർ ഇന്നിങ്സ് ആണ് കളിച്ചതെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 150 താഴെ നിന്നേനെ. അവിടെയാണ് ഇഷൻ കിഷൻ്റെ ആ ഒരു നോക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. 150 മുകളിലോട്ട് ഇന്ത്യൻ സ്കോർ പോയപ്പോൾ തന്നെ പാകിസ്ഥാൻ അത് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്തുള്ളൊരു സ്കോറായിരുന്നു. കാരണം ഇന്ത്യയുടെ അത്രയും സ്പെഷ്യലിസ്റ്റ് T20 ബാറ്റേഴ്സ് പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഒരിക്കലും പാകിസ്ഥാൻ്റെ മിഡായിട്ടുള്ള ബാറ്റേഴ്സിന് ഒരിക്കലും ആ സ്കോർ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ദൂബയും അതുപോലെ തന്നെ റിങ്കു സിംഗും ലാസ്റ്റ് ഓവറിലൊക്കെ അത്യാവശ്യം നല്ല റൺസ് കണ്ടെത്തിയപ്പോൾ 180 മികച്ച സ്കോർ തന്നെ ഇന്ത്യക്ക് എത്തി. പിന്നെ പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഫസ്റ്റ് ഓവറിൽ തന്നെ ഒരു മെയ്ഡിൻ വിത്ത് വിക്കറ്റ് ഫർഹാൻ്റെ അവർ ഏറ്റവും മികച്ച ബാറ്റർ വിക്കറ്റ് ഇന്ത്യ എടുക്കുകയുണ്ടായി. തൊട്ട് പിന്നാലെ തന്നെ സൽമാൻ അലി ആകെ അതുപോലെ തന്നെ സൈമ യൂബിനും ബുംറ മടക്കിയതോടുകൂടി പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി. പിന്നെയുള്ളത് ബാബറസമാണ്, പിന്നെ ഒരു ചടങ്ങ് തീർക്കൽ മാത്രമായിരുന്നു. ഉസ്മാനാണ് കുറച്ചെങ്കിലും മികച്ച രീതിയിൽ സ്പിന്നേഴ്സിനൊക്കെ കളിച്ചറിച്ച് റൺസ് കണ്ടെത്തിയത്. അപ്പോൾ തന്നെ അക്സർ പട്ടേലും കുൽദീപ് യാദവും അതുപോലെ വരുൺ ചക്രവർത്തിയും കൂടിയിട്ട് ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരെയും കൂടാരം കയറ്റി. എന്തായാലും അവസാനം ഹർദിക് പാണ്ഡ്യയുടെ ഓവറിൽ ഉസ്മാൻ താരിഖൂടിയും പുറത്തായപ്പോൾ പാകിസ്ഥാൻ ഓൾ ഔട്ട്. ഇന്ത്യക്ക് 61 റൺസിൻ്റെ മികച്ച വിജയം. എന്തായാലും വിജയം നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ്. ഇത് കാരണം ഒരിക്കലും ഒരു വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെ നമ്മളങ്ങനെ തോക്കാറില്ല. ദുബായിൽ വെച്ച് കിടന്ന 2021 മാത്രമാണ് നമ്മളൊരു തോൽവി അറിഞ്ഞത്. അതിന് നമ്മളിങ്ങനെ പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് തന്നെ നടക്കും. എന്തായാലും പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഏറ്റവും വിഷമമുള്ള കാര്യം ഉസ്മാൻ താരിഖിന് സൂര്യകുമാർ യാദവ് വിക്കറ്റ് കൊടുത്തതാണ്. അദ്ദേഹത്തിന് വിക്കറ്റ് കൊടുക്കരുതായിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവ് നല്ലൊരു കണക്ഷനുള്ള ഷോട്ട് തന്നെയായിരുന്നു. പക്ഷെ അത് ബൗണ്ടറി കടന്നില്ല. അതിന് അത്രത്തോളം ലോങ് ബൗണ്ടറീസാണ്, എളുപ്പമല്ല, ആരടിച്ചെത്തിക്കാനൊന്നും എളുപ്പമല്ല. അല്ല, ഇഷൻ കിഷൻ തന്നെ സൈഡിലോട്ടൊക്കെയാണ് കൂടുതൽ ബൗണ്ടറീസ് കണ്ടെത്തിയിരുന്നത്. എന്തായാലും ഇഷൻ കിഷൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഇന്നത്തെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിൽ അഭിഷേക് ശർമ്മ ഫോം കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രശ്നമായി മാറും. കാരണം അഭിഷേക് ശർമ്മ ഫോമിലോട്ട് എത്തിയിട്ടില്ല. 2 മത്സരത്തിന് ഡക്കാണ്. അവസാനത്തെ 6 മത്സരങ്ങളിൽ 4 ഡക്കാണ്. അപ്പോൾ അഭിഷേക് ശർമ്മയുടെ പ്ലേയിങ് സ്ട്രാറ്റജി ഒരുപക്ഷെ എതിർ ടീമുകൾ മനസ്സിലാക്കി അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്യുന്നത് ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് കുറേ മത്സരങ്ങളിൽ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് നല്ലൊരു കിടിലൻ വിജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ടൂർണമെൻറ്റിൽ കപ്പിൽ കുറഞ്ഞതൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. ഒരു സൂപ്പർ സൺഡേ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.